ഹായ് ഓൾ, നമ്മുടെ NMMS എക്സാമിന് ഇനി ഇതാ കുറഞ്ഞ ദിവസമാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ചാപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി അടിപൊളിയായിട്ട് അതിൻ്റെ റിവിഷൻ കാര്യങ്ങളിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് NMMS വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ്, ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചാൻസ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ വരുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുമ്പോൾ പോസ് ചെയ്യുക, ആൻസർ ഒന്ന് പറഞ്ഞു നോക്കുക, കറക്റ്റ് ഏത് ഓപ്ഷനാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കുക. ആവശ്യമുള്ള പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ബുക്കുകളിൽ എഴുതിയെടുത്താലേ ഇതൊന്നും മറക്കാതെ അവിടെ ഉണ്ടാകും. എക്സാമിൻ്റെ തലേന്നും നമുക്ക് റിവിഷന് വേണ്ടി എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ രാസമാറ്റങ്ങൾ, കെമിക്കൽ ചേഞ്ചസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ഒരു ചോദ്യമാണ് മക്കളെ, അല്ലേ. ഒരു ഫിസിക്കൽ ചേഞ്ച് എപ്പോഴാണ് ഇതിൽ നടക്കുന്നത്? ഒന്ന്, വിനെഗർ എന്ത് ചെയ്യുന്നു, ബേക്കിംഗ് സോഡയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അത് ഫിസിക്കൽ ചേഞ്ച് ആണോ? അല്ല, കെമിക്കൽ റിയാക്ഷൻ ആണ്, അല്ലേ. കാരണം എന്താ, വിനെഗർ അസറ്റിക് ആസിഡ് ആണ്, അസറ്റിക് ആസിഡ് ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഒരു ആസിഡും ബൈകാർബണേറ്റും കൂടി റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇനിയോ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് പാസ്ഡ് ടു ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ. ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ, ആരാ മക്കളെ ചുണ്ണാമ്പ് വെള്ളം? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ എന്താകുന്നു? നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു കൺഫർമേഷൻ ടെക്സ്റ്റ് ആണ് ഇത്, അല്ലെ. കാൽഷ്യം കാർബണേറ്റ് അവിടെ ഉണ്ടാകും, അത് നല്ല വൈറ്റ് എന്തായിരിക്കും, അല്ലെ, കളറായിട്ട്, വെള്ള കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും കെമിക്കൽ റിയാക്ഷൻ ആണ്. അയേൺ നെയിൽ കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അയേൺ നെയിൽ എന്താണ്? Fe ആണ്. കോപ്പർ സൾഫേറ്റ് CuSO4 ആണ്. റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റൽ, ക്രിയാശീലത കൂടിയ ലോഹം ക്രിയാശീലത കുറഞ്ഞ ലോഹത്തിനെ ആദേശം ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്കവിടെ ആരാ ഉണ്ടാവുക? FeSO4 ഉണ്ടാകും, പ്ലസ് കോപ്പർ ഉണ്ടാകും, അല്ലേ. അപ്പോൾ അവിടും കെമിക്കൽ റിയാക്ഷൻ ആണ്. സോഡിയം ക്ലോറൈഡ് ജലത്തിലേക്ക് ആഡ് ചെയ്യുന്നു. ഉപ്പ് വാട്ടറിലേക്ക് ഇട്ടാൽ എന്തേ സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. സോഡിയം അല്ല, സോഡിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, സോഡിയം ഇട്ടാൽ നമുക്കറിയാം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. പക്ഷേ സോഡിയം ക്ലോറൈഡ് വാട്ടറുമായിട്ട് നോ റിയാക്ഷൻ ആണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ 4 വരിക. കേട്ടോ, ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഞാൻ പറയാത്ത, ബാക്കിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വർഷം എന്ത് ചെയ്യടാ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ മാത്രം, നമ്മൾ കറക്റ്റ് ആൻസർ മാത്രം ABCD നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല, ബാക്കിയുള്ളത് കൂടി എന്ത് ചെയ്യണം, ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഒരാൾ ഫിസിക്കൽ റിയാക്ഷൻ ആണോ കെമിക്കൽ റിയാക്ഷൻ ആണോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുക. ഇപ്പോൾ ഫിസിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടാവൂല. കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലോ ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവണം. ഇപ്പോൾ നോക്കിക്കേ, ക്രഷിങ്, അതേപോലെ മെൽറ്റിംഗ്, അല്ലേ, അതേപോലെ ബോയിലിംഗ്, തിളയ്ക്കുക, അല്ലേ, മിക്സിങ് സാൻഡ് ആൻഡ് വാട്ടർ, അതേപോലെ ബ്രേക്കിംഗ്, സബ്ലിമേഷൻ, ചോപ്പിംഗ്, ഷ്രെഡിങ്, ഡിസോൾവിങ്ങും മിക്സിങ്ങും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ആസിഡും ബേസൊക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ ലോഹവും വാട്ടറൊക്കെ ആണെങ്കിലോ അപ്പോഴൊക്കെ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. ആ മിക്സിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടല്ലോ, അവസ്ഥാ പരിവർത്തനം, അതിൽ വരുന്ന ബോയിലിങ്, അതേപോലെ തന്നെ മെൽറ്റിങ്, സബ്ലിമേഷൻ ഒക്കെ എന്താണ്, ഈ പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഫിസിക്കൽ ചേഞ്ചസ് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ, ഭൗതികമാറ്റേ സംഭവിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി താഴെ നൽകിയിരിക്കുന്നതിൽ രാസമാറ്റം ഏതൊക്കെയാണ്, കെമിക്കൽ ചേഞ്ച് ഏതൊക്കെയാണ്? ഇലക്ട്രോപ്ലേറ്റിംഗ്, നമുക്ക് എല്ലാവർക്കും അറിയാം അത് കെമിക്കൽ ചേഞ്ച് ആണ്. കാരണം എന്തേ, അല്ലെ, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് ഏതാണ്? ഈ പറഞ്ഞ കെമിക്കൽ ചേഞ്ച് ആണ്, അല്ലെ. റസ്റ്റിംഗ് കെമിക്കൽ ചേഞ്ച് ആണ്. ഡീക്കേയിങ് ഓഫ് ഫുഡ്, പഴങ്ങൾ ചീഞ്ഞു പോകുന്നത്, അതെന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ ഏതാ വരിക? 1, 2, 3, 4. ഓപ്ഷൻ D ആയിരിക്കും എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ചിലപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ നമുക്ക് അറിയാത്ത ചില റിയാക്ഷൻ ഒക്കെ ആണെങ്കിൽ ഒരു ഐഡിയ നമുക്ക് കിട്ടണം. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ മസ്റ്റ് ആണ്, അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ടാകും, അല്ലേ. എന്ത് ചെയ്യുന്നു, ഒരു മരക്കഷ്ണം കത്തുമ്പോൾ അത് ആഷായിട്ട് മാറുകയാണ്, അല്ലേ, കരിയായിട്ട് മാറുകയാണ്. അവിടെ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, അതൊക്കെ എന്താണ്, കെമിക്കൽ ചേഞ്ച് ആണ്, അല്ലേ. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുക, അല്ലേ, പിന്നെ കത്തുക, നമ്മളെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസം, അതേപോലെ തന്നെ എഗ്ഗ് കുക്ക് ചെയ്യുന്നത്, അല്ലേ, പിന്നെ ബേക്കിംഗ് ഓഫ് കേക്ക്, ബാറ്ററി, ഫയർ വർക്ക്, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബനാന റോട്ട് ചെയ്യുന്നത്, ആസിഡും, അല്ലേ,
അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും തമ്മിലുള്ള റിയാക്ഷൻ, ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം, ഇതൊക്കെ എന്താണ് മക്കളെ? ഈ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ ആണ്. അവിടെയൊക്കെ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നു, പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. ചില മരുന്നുകളും രാസവസ്തുക്കളും തവിട്ട് നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നത് ഏത് തരം രാസപ്രവർത്തനം തടയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ പറഞ്ഞ പ്രകാശ രാസപ്രവർത്തനം അഥവാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം മെഡിസിൻ എന്ന് പറയുന്നതാണ് കെമിക്കൽസ് ആണ്. അതിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ ചിലപ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ട് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് മരുന്ന് ഉണ്ടാവില്ല, നമ്മൾ വിചാരിച്ച മരുന്നാവില്ല കഴിക്കുന്നുണ്ടാവുക, വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിരിക്കും കഴിക്കുക. കഴിച്ചിട്ട് മരുന്ന് അസുഖം മാറുമോ? ഇല്ല, സ്വാഭാവികമായിട്ടും അത് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ എക്സാമ്പിളുകൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ പ്രകാശവുമായി ബന്ധപ്പെട്ടുള്ള രാസപ്രവർത്തനങ്ങൾക്ക് എക്സാമ്പിളാണ് ഒന്ന് നമ്മുടെ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. അതേപോലെ ഓസോൺ ഉണ്ടാകുന്നത്. ഇപ്പം നമുക്കറിയാം ഓക്സിജൻ UV റൈസ് വരുമ്പോൾ, അൾട്രാ വയലറ്റ് കിരണങ്ങൾ വരുമ്പോൾ അത് O2 എന്താകും? O3 ആയിട്ട് മാറും. O3 ആണ് എന്ത്? ഓസോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്? ഈ പറഞ്ഞ പ്രകാശവുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഐയുമായി പഠിച്ചപ്പോൾ അവിടെ നമുക്കറിയാം ഒരു മങ്ങിയ വെളിച്ചമാണെങ്കിലും അതേപോലെ തന്നെ നല്ല തീവ്രത കൂടിയ വെളിച്ചമാണെങ്കിലൊക്കെ നമ്മളെ കണ്ണെന്ത് ചെയ്യും അല്ലേ? അത് വികസിക്കുകയും ചുരുങ്ങുകയൊക്കെ ചെയ്യും അല്ലേ? അവിടെ ചില റൊഡോപ്സിൻ അതേപോലെയുള്ള അങ്ങനത്തെ ചില എൻസൈമുകളുടെ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലൈറ്റാണ് അവിടെയും എന്ത് ചെയ്യുന്നത്? രാസപ്രവർത്തനത്തിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിലേതാണ് താപമോചകം, എക്സോതെർമിക് റിയാക്ഷൻ? ഇതിലേതാണ്? നമുക്ക് 2 ടൈപ്പ് റിയാക്ഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എക്സോതെർമിക് ഹീറ്റ് പുറത്തു വിടുന്നതാണ്, എൻഡോതെർമിക് എൻ്റെ ഉള്ളിൽ ആലോചിച്ചാൽ മതി, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഹീറ്റ് പുറത്തു വിടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്താൽ കാൽഷ്യം ഓക്സൈഡും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആണ് ഉണ്ടാവുക. ഇത് ഹീറ്റ് അബ്സോർബ് ചെയ്താലാണ് എന്ത് ചെയ്യുക? ഈ രാസപ്രവർത്തനം നടക്കുക. ഇനി ഈ പറഞ്ഞ കാൽഷ്യം ഓക്സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ കാൽഷ്യം ഓക്സൈഡിലേക്ക് ജലം ആഡ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ആൾസോ എന്തുണ്ടാകുന്നുണ്ട്? ഈ പറഞ്ഞ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ റിയാക്ഷൻ ഓഫ് മെഗ്നീഷ്യം വിത്ത് ഓക്സിജൻ. മെഗ്നീഷ്യം ഈ പറഞ്ഞ ആരുമായിട്ട് പ്രവർത്തിക്കുന്നു? ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്കറിയാം മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്, അവിടെ ഹീറ്റിൻ്റെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഓക്സിഡേഷൻ ഓഫ് അയേൺ, ഇരുമ്പ് എന്ത് ചെയ്യാണ്? ഓക്സീകരിക്കുകയാണ്. അഥവാ എയറിലുള്ള ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നാൽ അയേണിൻ്റെ ഓക്സൈഡ് ഉണ്ടാകും. അവിടെയും ഈ പറഞ്ഞ ഹീറ്റുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഏതാണ് ആൻസർ വരിക? നമ്മൾ ഓപ്ഷൻ 2 ആയിരിക്കും വരിക. കാൽഷ്യം ഓക്സൈഡ് ജലത്തിലേക്ക് ചേർത്താൽ എന്താകും? അവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും, അവിടെ താപം പുറത്തുവിടും. ഓക്കെ, അപ്പോൾ നമുക്ക് എൻഡോതെർമിക്കും എക്സോതെർമിക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയണം. അവിടെ ഏതൊക്കെയാണ്? ഇപ്പോൾ എപ്പോഴും ഒരു ലോഹം ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നു, ലോഹം വാട്ടറുമായിട്ട് പ്രവർത്തിക്കുന്നു, അതൊക്കെ എന്താണ്? എക്സോതെർമിക് ആണ്. എൻഡോതെർമിക്കിന് എക്സാമ്പിൾ ഏതാ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്നു, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം കാർബണേറ്റ് അല്ലെ, ലൈം സ്റ്റോൺ ആണ് സാധനം, ചുണ്ണാമ്പ് കല്ല്, അതിനെ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. അതൊക്കെ എന്താണ്? ഹീറ്റ് അബ്സോർബാണ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, എൻഡോർജിക് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശരിയായത് ഏത്? അപ്പോൾ ഏതെങ്കിലും ഒരു ഊർജം, അത് താപോ അല്ലെങ്കിൽ പ്രകാശം അല്ലെങ്കിൽ വൈദ്യുതി അല്ലെ, ഹീറ്റ് എനർജിയോ ലൈറ്റ് എനർജിയോ ഇലക്ട്രിക്കൽ എനർജിയോ അബ്സോർബോ അല്ലെങ്കിൽ റിലീസോ, ഒന്നുകിൽ ആഗിരണം അല്ലെങ്കിൽ പുറത്തുവിടുക, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ എൻഡോർജിക്കും എക്സോർജിക്കും. അപ്പോൾ എൻഡോ മീൻസ് ആ പറഞ്ഞ ഏതെങ്കിലും ഊർജത്തെ അബ്സോർബ് ചെയ്യുക, സ്വീകരിക്കുക. ഒന്ന് താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനമാണ്. പ്രകാശം ആഗിരണം ചെയ്യും അല്ലെ, അബ്സോർബ് ലൈറ്റ്. കെമിക്കൽ റിയാക്ഷൻ വിച്ച് അബ്സോർബ് ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ റിയാക്ഷൻ വിച്ച് അബ്സോർബ് ഹീറ്റ്, ലൈറ്റ് ഓർ ഇലക്ട്രിക്കൽ. ഇത് മൂന്നോ ആണോ അല്ലെങ്കിൽ ഇത് മൂന്നും കൂടി ചേർന്നതാണോ? ആൻസർ ഇതിൽ ഏതെങ്കിലും അല്ലെ, ഒന്നുകിൽ ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി, ഏതെങ്കിലും ഒരു ഊർജ്ജം അബ്സോർബ് ചെയ്യുന്നുവെങ്കിൽ വി ക്യാൻ സേ എൻഡോർജിക് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഫോട്ടോസിന്തസിസ് ഒക്കെ എന്താണ് അല്ലെ? എൻഡോർജിക് ആണ് അല്ലെ, അതിൻ്റെ ലൈറ്റ് അബ്സോർബ് ചെയ്യാണ് അല്ലെ. അതേപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ
ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നുണ്ടാവുക. റീചാർജ് ചെയ്യാവുന്ന സെല്ല് ഇതേത്? ഡ്രൈ സെല്ല്, ലെക്ലാഞ്ചൽ, നിക്കൽ കാഡ്മിയം, മെർക്കുറി. യെസ് പറയടാ. നമുക്ക് 4 ടൈപ്പ് സെല്ലൊക്കെ ഓൾറെഡി പഠിച്ചാണ് അല്ലേ? ഡ്രൈ സെല്ല് എന്താണ്? ഡ്രൈ സെല്ലും മെർക്കുറി. ഡ്രൈ സെല്ല് പറഞ്ഞാൽ സാധാ നമ്മളെ ബാറ്ററി, ഏത് ക്ലോക്കിലിട്ടുന്ന ബാറ്ററി. മെർക്കുറി സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ വട്ടത്തിലുള്ള അല്ലേ, നമ്മളെ കാൽക്കുലേറ്ററിലും വാച്ചസിലൊക്കെ ഇട്ടുന്ന ബാറ്ററി. അതൊക്കെ എന്താണ്, ഒരു തവണ ഉപയോഗിച്ച് അതിന്റെ ചാർജ് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതേ. അപ്പൊ ആൻസർ എന്താ വരിക? നിക്കൽ കാഡ്മിയം അല്ലെ? നിക്കൽ കാഡ്മിയവും ലിഥിയം അയോൺ സെല്ലും ഇത് രണ്ടും എന്താണ്? റീചാർജ് ആണ്. നിക്കൽ കാഡ്മിയം പൊതുവെ വലിയ ടോർച്ചുകളിലൊക്കെ ഉപയോഗിക്കും, നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലിഥിയം അയോൺ സെല്ലാണ് നമ്മുടെ ലാപ്ടോപ്പിലും അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ എന്ത് ചെയ്യാറുള്ളത്? ഉപയോഗിക്കുന്നത്. അതൊക്കെ കൂടുതൽ തവണ റീചാർജ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എൻവയോൺമെന്റിന് അത്ര പ്രോബ്ലം ഉണ്ടാക്കൂല അല്ലേ? ഇതിലെ വെളുത്ത നിറമുള്ള ഉൽപ്പന്നം, വൈറ്റ് കളേർഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഇതിലേതാണെന്നാണ് ആലോചിച്ച് നോക്കിയാൽ മതി. വൈറ്റ് കളേർഡ് പ്രോഡക്റ്റ്. അപ്പൊ മക്കളെ, ഇതിലെ വൈറ്റ് കളർ നൽകുന്ന റിയാക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KCl AgNO3 ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സിൽവർ ക്ലോറൈഡും പൊട്ടാഷ്യം നൈട്രേറ്റ് ഉണ്ടാക്കും. എടാ, ഇതിൽ ഈ സിൽവർ ക്ലോറൈഡ് എന്താണെന്ന് അറിയോ? ഈ പറഞ്ഞ സിൽവർ ക്ലോറൈഡ് നല്ല വൈറ്റ് കളറായിരിക്കും, ഇൻസോല്യൂബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ്, അവക്ഷിപ്തമായിട്ടാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം അല്ലേ, കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകും, ഇതും വെളുത്ത കളറാണ് ഉണ്ടാവുക. മഗ്നീഷ്യം ഓക്സൈഡിന് വെളുത്ത കളറാണോ? അല്ല. കോപ്പർ മഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ മഗ്നീഷ്യം റിബണിനെ കത്തിച്ചാൽ അതെന്തായി മാറും? വൈറ്റ് ആഷ് കളറുള്ള ഒരു പ്രോഡക്റ്റ് അവിടെ ഉണ്ടാകും. വൈറ്റ് ആഷ് കളറുള്ള അതെന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. അപ്പൊ ഏതൊക്കെ വരും? 1 വരും, 2 വരും, 3 വരും. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം കോപ്പർ ഓക്സൈഡ് വൈറ്റ് അല്ല, നല്ല ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ അത് ഓപ്ഷൻ ഏതായിരിക്കും വരിക? സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏത്? കോപ്പർ ഓക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം ഓക്സൈഡ്, പൊട്ടാഷ്യം നൈട്രേറ്റ്, ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന രൂപത്തിൽ വൈറ്റ് കളറുള്ള പ്രോഡക്റ്റുകളായിട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. റെഡി? ഓക്കെ. ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യത്തെ സമീകരിക്കുന്നതിന് അനുയോജ്യമായ സംഖ്യാഗണം ഏത്? ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻ തരും, എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ ബാലൻസ് ചെയ്യൽ എങ്ങനെയാടാ അല്ലേ? റിയാക്റ്റൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും അഭികാരകത്തിൻ്റെ ഇടതുവശത്തും ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ആറ്റങ്ങളുടെ എണ്ണം തുല്യമാകണം. 1 സൾഫർ 1 സൾഫർ, 4 ഓക്സിജൻ 3 ഓക്സിജൻ. അപ്പോൾ 4ഉം 3ഉം കൂടി നമുക്ക് കമ്പയർ പറ്റിയതാണ് 2 ഇട്ട് കൊടുക്കുക. ഇവിടെ 2. അപ്പോൾ എന്തായി? ഇവിടെ 2 സൾഫർ 6 ഓക്സിജൻ ആയി. ഇവിടെയും 2 ഇട്ട് കൊടുക്കുക. 2 സൾഫർ, ഇവിടെ 4 ഓക്സിജനും ഇവിടെ 2 ഓക്സിജനും, ടോട്ടൽ എത്രയാടാ? 6 ഓക്സിജൻ ടോട്ടലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 2 1 ഒന്നും എഴുതിയില്ലെങ്കിൽ മീനിങ് എന്താടാ? 1 അല്ലേ? 2 1 2 എവിടെ വരുന്നത്? 2 1 2 ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് ആകുന്ന ആ പ്രവർത്തനമാണിത്. ഓക്കെ, ഇതിൽ സമീകരിച്ച സമവാക്യം അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. നോട്ട് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ അറിയിച്ചാൽ മതി. 1 കാർബൺ 1 കാർബൺ, 4 ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ, 4 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജനും ഇവിടെ 2 ഓക്സിജനും. അപ്പോൾ ഇതെന്താണ്? ബാലൻസ്ഡ് ആണ്. ഇനി 6 നൈട്രജൻ, ഇവിടെ എത്ര? 2 നൈട്രജൻ. അപ്പൊ തന്നെ മനസ്സിലാക്കുക ഇതായിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ബാക്കിയുള്ള ചെക്ക് ചെയ്ത് നോക്കിക്കേ. 1 കാൽഷ്യം 1 കാൽഷ്യം, 1 കാർബൺ 1 കാർബൺ, 3 ഓക്സിജൻ, 1 ഓക്സിജൻ ഇവിടെ 2 ഓക്സിജൻ ഇവിടെ, ടോട്ടൽ 3 ഓക്സിജൻ ഉണ്ട്. 4 ഹൈഡ്രജനും 4 ഓക്സിജനും ആണുള്ളത്. 4 ഹൈഡ്രജൻ 4 ഓക്സിജൻ. ഡൗട്ടുള്ളവർ എന്ത് അറിയോ? ഈ 2 ആണ് മാറ്റുക. H2O2 ഹൈഡ്രജൻ പെർ ഓക്സൈഡ് ആണ്. അയാള് 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ അല്ലേ? എന്നിട്ട് അതിനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടോട്ടൽ എണ്ണത്തിനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 ഹൈഡ്രജൻ 4 ഓക്സിജൻ. ഇവിടെ നോക്കിക്കേ, H2O 2 ഹൈഡ്രജൻ, 2 H2O 4 ഹൈഡ്രജൻ ഉണ്ട്. H2O 1 ഓക്സിജൻ, 2 H2O 2 ഓക്സിജൻ, ഇവിടെ 2ഉം, ടോട്ടൽ എത്ര? 4 ഓക്സിജൻ. അപ്പോൾ ഇത് രണ്ടും ബാലൻസ്ഡ് ആണ്. ഓപ്ഷൻ 2 ആയിരിക്കും എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. റെഡി? അപ്പം നോക്കിക്കേ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യും മക്കളെ? നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടാകും. റെഡി? എങ്കിൽ ഇതാ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യം എന്ത് ചെയ്യാം? ഞാൻ തരാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യം, ഈ ചോദ്യത്തിൽ നിങ്ങൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം. ഓക്കെ, അലുമിനിയം HCl റിയാക്ട് ചെയ്യുന്നു. അലുമിനിയം ക്ലോറൈഡ് ഉണ്ടാകും.
പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും എങ്കിൽ ഇവിടെ വരുന്ന ആ നമ്പേഴ്സ് ഉണ്ടല്ലോ അത് എത്രയായിരിക്കുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോക്ക് താഴെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ സമീകരിച്ച സമവാക്യത്തിൽ ഇവിടെ എത്ര വരും, ഇവിടെ എത്ര വരും, ഇവിടെ എത്ര വരും, ഇവിടെ എത്ര വരും. ഓക്കെ, കമൻറ്റ് ചെയ്യുമല്ലോ, നോക്കട്ടെ എത്ര പേരാണ് ശരിയാക്കുന്നതെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ടടാ. നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നമ്മളെ NMMS എന്ന എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. അതുവഴി പരമാവധി മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ എക്സാമിയുടെ NMMSന്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ എന്ത് ചെയ്താൽ മതി, ലിങ്ക് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അതൊക്കെ ആദ്യം നമ്മൾ കൊടുക്കൽ എവിടെയാണ്, ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലാണ് ഇൻഫർമേഷൻ കൊടുക്കുക. NMMS എന്നോട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അവിടെ ഡിസ്കസ് ചെയ്യും. മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്